ഹലോ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഏജന്റുമാർക്ക്, അതായത് ജനറൽ ഇൻഷുറൻസ് ഏജന്റുമാർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമായ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാന്ന് വെച്ചാല് ഞാൻ ഇവിടെ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കോതമംഗലാണ്. എറണാകുളം ജില്ലയിൽ കോതമംഗലം ന്യൂ ഇന്ത്യ അഷുറൻസിലും LICയിലും ഒരു രണ്ട് ഹെൽത്ത് ഇൻഷുറൻസ്, അതായത് സ്റ്റാൻഡ് അലോൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റാണ് ഞാൻ. എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഏജന്റുമാര്, അതായത് ഫ്രണ്ട്സ് ധാരാളം പേരുണ്ട്. അതിൽ കുറച്ച് പേര് മാത്രമാണ് നന്നായി വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവരുള്ളൂ. അപ്പൊ അവർക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, LICയിലൊക്കെ ആണെങ്കിൽ ശരിക്കും ട്രെയിനിങ് കൊടുക്കും. അവിടെ എപ്പോഴും മീറ്റിംഗ് ഉണ്ടാവും. അതിനകത്ത് ഓരോ പോളിസി വരുമ്പോഴും പറയും അതെങ്ങനെ ആൾക്കാരിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഏജന്റുമാർക്ക് പറഞ്ഞു കൊടുക്കും. പല പല ക്ലാസ്സുകളും ഉണ്ടാവും. പക്ഷെ ജനറൽ ഇൻഷുറൻസിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊക്കെ വന്നതിന് ശേഷം, ഞാൻ തന്നെ ജനറൽ ഇൻഷുറൻസിൽ വന്നിട്ട് ഏതാണ്ട് 15 വർഷത്തോളമായി. ഞാൻ ന്യൂ ഇന്ത്യ അഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യകാലത്തൊക്കെ മാസത്തിൽ ഒരിക്കൽ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ച് ഒരു ഫുൾ ഡേ ഒക്കെ ഒരു മീറ്റിംഗ്, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പോളിസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് ചെന്ന് ചോദിച്ചും പറക്കിയും പറഞ്ഞും അങ്ങനെ കുറേശ്ശെയൊക്കെ പഠിച്ചു. ഇപ്പം ശരിക്കും ന്യൂ ഇന്ത്യ അഷുറൻസിന് സുവർണകാല. കാരണം ഒരു കുറച്ച് സാറുമാരൊക്കെ വെച്ചിട്ട് കൂടിയിട്ട് നമുക്ക് കൊറോണ സമയത്ത് മുതൽ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഏജന്റുമാരുടെ നേതൃത്വത്തിലും പിന്നെ സാറുമാരുടെ നേതൃത്വത്തിലും ചൊവ്വയും വ്യാഴമായിട്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട്. രാത്രി 8 മണിക്കാണ്. പക്ഷെ പലർക്കും അതിനകത്ത് കയറാൻ സാധിക്കുന്നില്ല. കാരണം ആ സമയത്ത് വീട്ടമ്മമാരായിട്ടുള്ളവരാണെങ്കിലും വേറെ ജോലി ചെയ്യുന്ന പുരുഷന്മാരാണെങ്കിലും ഒന്നും വീട്ടിൽ സൗകര്യപ്രദമായ സമയം അല്ല അവർക്ക് പലർക്കും. പക്ഷെ ഞാനൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. ഞാനൊക്കെ ചെന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടില് ആ സമയത്താകുമ്പോഴത്തേനും ഞാൻ ഫ്രീ ആവാൻ ശ്രമിക്കും. പിന്നെ എൻ്റെ വീട്ടിലിപ്പം മക്കളൊന്നും കൂടെ അല്ല, വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ വരുന്നുള്ളൂ. അവർ ജോലി സ്ഥലത്താണ്. അപ്പൊ എനിക്ക് ഫ്രീ ആയിട്ട് എല്ലാ ദിവസങ്ങളിലും തന്നെ കയറാൻ പറ്റുന്നത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ പഠിക്കുകയും ഒരുവിധം നന്നായി ബിസിനസ് ചെയ്യുകയും ചെയ്യുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, എനിക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ, ഞങ്ങൾ ജനറൽ ഇൻഷുറൻസ് ഓർഗനൈസേഷന്റെ ഒരു സംഘടനയുടെ ആളാണ് ഞാൻ. അപ്പൊ എൻ്റെ റൂമിൽ ഞങ്ങൾ മാസം തോറും ഇവിടെ മീറ്റിംഗ് കൂടാറുണ്ട്. അപ്പൊ വരുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ് വെക്കാറുണ്ട്. അപ്പൊ എങ്കിലും കുറച്ച് പേരൊക്കെ വരുള്ളൂ. ആ സമയത്ത് അവർക്കും പറ്റാറില്ല. അപ്പൊ എന്തുകൊണ്ട് അവർക്ക് ഇപ്പം ഫീൽഡിൽ പോകുമ്പോൾ ഒരു LIC ഏജന്റ് ആണെങ്കിൽ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ചോദിക്കും. പല കൂട്ടുകാരികളും വിളിച്ചു ചോദിക്കും. അത് കഴിഞ്ഞ് അവരോടൊരു പോളിസി ഒരാൾ ചോദിക്കുമ്പോൾ അതൊന്ന് പറഞ്ഞു തരാമോ ഒന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഫ്രീ ആണെങ്കിൽ എനിക്ക് അന്നേരം പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെ അപ്പത്തേനും വേറെ ഏതെങ്കിലും കസ്റ്റമറോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ആരോ കയറി വരുമ്പോൾ എനിക്കത് കട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്കും മനസ്സിലാവില്ല, എനിക്കും ഒരു വിഷമമുണ്ട്. അവർക്കും വിഷമമുണ്ട്, ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫ്രീ ആകുന്ന ടൈമിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ ക്ലാസ്സിൽ കയറുന്ന പറഞ്ഞാലും പലർക്കും സാധിക്കാറില്ല. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് എൻ്റെ കൂട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ്. അപ്പൊ ഇതിലൂടെ കുറച്ച് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായതും അതുപോലെ ഇത് കേട്ട് കഴിയുമ്പോൾ പൊതുജനങ്ങൾക്കും ഒരു ഏകദേശ ധാരണ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയും മറ്റ് എന്തൊക്കെ ബിസിനസ്സുകൾ നമ്മൾ ഇതിലൂടെ ചെയ്യാം, അതിൽ ഈ പ്രദേശത്തൊക്കെ ചെയ്യാവുന്ന ഒരു ബിസിനസ്സുകളും കൂടുതലായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളെ പറ്റിയിട്ടും ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏജന്റുമാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആഡ് ഇടും. അപ്പൊ അത് കഴിയുന്നവര്, ആ ആഡ് കണ്ടു കഴിയുന്നവര് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. പൊതുജനങ്ങൾക്കാണെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പോളിസി എടുത്താൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് എടുക്കാത്തവർക്ക്, ഇനി എടുത്തവർക്കാണെങ്കിൽ ഏതൊക്കെ പോളിസിയാണ് നമുക്ക് കിട്ടാൻ പറ്റുന്നത്, അതിന് എത്രയൊക്കെ സമ്മർഷേഡ് കിട്ടാം, എല്ലാ കാര്യവും A to Z ശരിക്കും പറഞ്ഞു തരാൻ എനിക്ക് പറ്റൂന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു 90% വരെ പറഞ്ഞു തരാൻ എന്നെ കൊണ്ട് സാധിക്കും. ഇനി സാധിക്കാത്തത് നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ കമന്റ് ഒക്കെ ഇടുവാണെങ്കിൽ ഞാൻ അത് ചോദിച്ചിട്ട് ഇതിനറിയാവുന്ന ആളുകളോട്
അല്ലെങ്കിൽ ഓഫീസേഴ്സിനോട് ചോദിച്ചിട്ട് മറുപടി ഇട്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിച്ചു ചോദിക്കാം. അപ്പോഴും എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അത് ചോദിച്ചിട്ട് പറഞ്ഞു തരും. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ 1 by 1 ആയിട്ട്, ഒത്തിരി ലെങ്ത് വീഡിയോ എടുത്തു കഴിയുമ്പോൾ ആളുകൾക്ക് അത് കണ്ടിരിക്കാൻ പ്രയാസമാണ്. അപ്പൊ ഷോർട്ടായിട്ടുള്ള വീഡിയോകൾ എടുത്ത് ഓരോ പോളിസിനെ പറ്റി കുറച്ച് അറിയേണ്ട കാര്യങ്ങൾ വിശദീകരിച്ച് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഏജന്റുമാർക്കും മറ്റ് ജനറൽ ഇൻഷുറൻസ് ഏജന്റുമാർക്ക് ഉപകാരപ്രദമാകുന്ന എന്താന്ന് വെച്ചാൽ, ഒരു ഇൻഷുറൻസ് പോളിസിയുടെ നിബന്ധനകളൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഞാനിവിടെ ജനറൽ ഇൻഷുറൻസ് ഏജൻസ് ഓർഗനൈസേഷന്റെ മീറ്റിംഗ് ആണ് ഞങ്ങൾ മാസം തോറും നടത്താറ്. അതിൽ കൂടുതലായിട്ട് വരുന്നത് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ ഏജന്റുമാരാണ്. പക്ഷെ മറ്റ് കമ്പനികളുടെ ഏജന്റുമാർ ഇവിടെ വരുമ്പോൾ പറയുന്ന ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും ഇല്ല, പിന്നെ പുതിയതായിട്ട് വരുന്ന ഏജന്റുമാരെ എങ്ങനെ ഞങ്ങൾ പോളിസി ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ജനറൽ ഇൻഷുറൻസ് ഏജന്റുമാർക്ക്, പൊതുമേഖല കമ്പനികളുടെ ഏജന്റുമാർക്ക് ഈ പോളിസികൾ അറിയാമെങ്കിൽ പബ്ലിക്കിനും അത് ഉപകാരപ്രദമാണ്. അതുപോലെ എന്താന്ന് വെച്ചാൽ, അവിടെ ഒരു പോളിസി കൊടുത്ത ഏജന്റുമാർക്കും വലിയ തലവേദനയില്ല, പൊതുജനങ്ങൾക്ക് ക്ലെയിം കിട്ടുന്നതിനും വലിയ തലവേദനയില്ല. കാരണം അർഹതപ്പെട്ടതേ കൊടുത്തു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുന്നത് കിട്ടിയിരിക്കും. അതാണ് അവിടെ റിജക്ഷനോ മറ്റു കാര്യങ്ങളോ അങ്ങനെയൊന്നും കൂടുതൽ വരാറില്ല. അപ്പൊ നിങ്ങള് ഇത് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുക്കില്ല ഈ പോളിസികൾ. അതിന് കുറച്ച് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ 2, 3, 4 കമ്പനികളിലും കുറച്ചൊക്കെ വ്യത്യാസമുള്ളൂ. പക്ഷെ ക്ലെയിം കിട്ടുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു അസുഖം അല്ലെ ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് റിജക്ഷനോ, ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റില്ലാത്തത്, ഏതൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയൊക്കെ ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കുറേശ്ശെയായിട്ട് വിശദീകരിച്ച് തരും. എല്ലാ കമ്പനികളുടെയും പോളിസികളെ പറ്റി എനിക്കറിയില്ല. എനിക്ക് ന്യൂ ഇന്ത്യ അഷുറൻസിന്റെ കമ്പനികളുടെ പൊതുജനങ്ങൾക്ക് ഞാൻ സാധാരണ കൊടുക്കുന്ന പോളിസികളെ പറ്റിയിട്ടും സാധാരണ ജനങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്ന പോളിസിനെ പറ്റിയിട്ടും വിശദീകരിക്കുന്നതാണ് ഓരോ വീഡിയോയിലായിട്ട്. അപ്പൊ ഇത് പൊതുജനങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫോളോ ചെയ്തിരുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദം എങ്ങനെയാന്ന് വെച്ചാൽ, എടുത്തിട്ടുള്ളവർക്ക് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ആഡ് ഓൺ കവറുകൾ, ആരൊക്കെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, ഒരു ക്ലെയിം വന്നാൽ എങ്ങനെ നമുക്ക് പെട്ടെന്ന് മേടിച്ചെടുക്കാൻ പറ്റും, അതിനെന്തൊക്കെയാണ് അറിയേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇനി ഏജന്റുമാർക്ക് ഒരു പോളിസി ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ എന്നെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ LICയുടെ പ്രീമിയം മേടിക്കാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചു, ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഏജൻസി ഉണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അവരുടെ വീട്ടിൽ ഇത്ര വയസ്സുള്ളവർക്കോ ഏത് വയസ്സുള്ളവർക്കാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്, എത്ര സമ്മർഷേഡ് കൊടുക്കാം, ഏത് പോളിസിയാണ് നല്ലത്, ഇതൊന്നും തിരഞ്ഞെടുത്ത് കൊടുക്കാൻ അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ് എന്നെ വിളിച്ച് ചോദിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഞാൻ ഈ 2 വ്യക്തികളും കൂടെ കൂടിയിട്ടുള്ള അവരുടെ വീട്ടിലെ സാഹചര്യം എനിക്കറിയില്ല. ഇവര് പറഞ്ഞു തന്ന് അവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് അതിന്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്തൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. അത് ഓഫീസിൽ ചെന്നാലും ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാൻ ആളില്ല എന്നാ പറയുന്നത്. ഏത് കമ്പനികളുടെയും പൊതുമേഖലാ സ്ഥാപനത്തിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ 2 or 3 ഓഫീസേഴ്സാണ് ഉള്ളത്. അവർക്ക് ചെന്നിരിക്കുന്ന ഏജന്റുമാർക്ക് A to Z ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ ടൈമില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. ഏറ്റവും പരമമായ സത്യം അത് തന്നെയാണ്. അവർക്ക് നിർവാഹമില്ല, കാരണം അവിടെ വർക്ക് ലോഡ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട എവിടെ നിന്നാണോ പഠിക്കാൻ നമുക്ക് സാഹചര്യം ഉള്ളത് അവിടെ കയറി പഠിക്കുക മാത്രമേ ഉള്ളൂ. പിന്നെ പോളിസി ക്ലോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഓരോന്നും വായിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്നത് 10, 25, 30 പേജൊക്കെയുള്ള ഓരോ ക്ലോസ് ആണ് ഓരോ പോളിസിക്കും ഉള്ളത്. അത് മൊത്തം ഒന്നും വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പോളിസി കൊടുക്കൽ ഒരു സാധാരണ ഏജന്റിനെ സംബന്ധിച്ച് ഉള്ള കാര്യമല്ല. അപ്പൊ അതിനൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊക്കെ, എനിക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. കാരണം നമ്മളും ഈ പണി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, മറ്റുള്ളവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവർക്കും ഒരു മാസ വരുമാനം സ്ഥിരമായത് നേടാൻ സഹായിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങുന്നത്. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് പൂർത്തീകരിക്കാൻ എനിക്ക് ചില സാഹചര്യങ്ങൾ വന്നാൽ നടക്കുമെന്ന് എനിക്കറിയില്ല. നേരത്തെ ഞാൻ കുറച്ച് തുടങ്ങിയതായിരുന്നു, പക്ഷെ അന്നേരം എനിക്ക് കുറച്ച് അസുഖങ്ങൾ വന്നിട്ട് കുറച്ചാളത്തേക്ക് നിർത്തി വെക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നവര്, ഞാൻ ഇതിന് ചെറിയ ഒരു ആഡ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾ ഈ യൂട്യൂബിൽ ഈ വീഡിയോ കാണുക. അതിനുശേഷം ഓരോ ദിവസം ഓരോ പോളിസിനെ പറ്റി ഇടുമ്പോൾ വിശദമായ കുറച്ച് സമയം, ഒരു പോളിസി ഒത്തിരി വിപുലമായിട്ട് പറഞ്ഞു തരുമല്ല, അതിനകത്ത് അത്യാവശ്യം നിങ്ങൾക്ക് വിൽക്കുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും മേടിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഞാൻ പറയും. അപ്പൊ നിങ്ങളൊന്ന് ഫോളോ ചെയ്തോളൂ.
എന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാം. അപ്പോൾ നന്ദി, നമസ്കാരം.